നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിലെ ഞാനൊരു അടിപൊളിയായിട്ടുള്ള കുറച്ച് സാരികൾ കാണാം. മെജോറിറ്റിയും നെറ്റ് കോട്ടയിലിൻ്റെ ഫാബ്രിക്കിലാണ്. സാരി ഇഷ്ടപ്പെടുകയില്ലാത്ത ആരും ഉണ്ടാകത്തില്ല കേട്ടോ. പിന്നെ ചിലർക്ക് ഇതിനകത്തൊരു അപാകത തോന്നുക ഇത് വൈറ്റ് അല്ലേ എന്നാണ്. പക്ഷേ ഒരു വൈറ്റ് സാരിയൊക്കെ വേണം കേട്ടോ ശേഖരത്തിൽ. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഒക്കേഷൻസിൽ വൈറ്റ് എവിടെ വേണേലും ഇടാവുന്ന ഒരു വസ്ത്ര കളറാണ് വൈറ്റ് എന്ന് പറയുന്നത്. ഏത് സ്ഥലത്ത് വേണേലും വലിയ വലിയ ഹെവി ആയിട്ടുള്ള ഫംഗ്ഷന് പോകുന്നിടത്ത് ഇടാം. നമ്മൾ ഇച്ചിരി ഒരുക്കം കുറഞ്ഞൊക്കെ പോകേണ്ട സ്ഥലങ്ങളിൽ അവിടെയും വൈറ്റ് ഇടാം, എവിടെ വേണേലും ഇടാം. പിന്നെ അതിന് കിട്ടുന്ന ഒരു കുലീനത എന്ന് പറയുന്നത് ഒരു സാധനം ഭയങ്കരം തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഭയങ്കര വൈറ്റ് ക്രീം വൈറ്റൽ കോൺട്രാസ്റ്റ് വരുന്നതിൻ്റെ ആരാധികയാണ്. ഞാൻ ഇതിനോട് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെ ഇത്രയും പുകഴ്ത്തി പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് കാണും കേട്ടോ. ഇത് എംബ്രോയ്ഡറി വർക്ക്. ഇത് ഫുള്ള് നിങ്ങൾ ഇതിൻ്റെ റേറ്റും ഇതിൻ്റെ സ്റ്റഫും ഇതിൻ്റെ വർക്കും കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ റേറ്റ്. നിങ്ങൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ ഇത്രയൊന്ന് ക്രോസ് സ്റ്റിച്ച് ചെയ്യാൻ എംബ്രോയ്ഡറി ചെയ്യുന്നിടത്തൊന്ന് പോയി സമീപിച്ച് നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത് ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ വർക്ക് ക്രോസ് സ്റ്റിച്ചാണ്. ബോഡിയിൽ ഈ ചെറിയ ബൂട്ടാസ് പോലെ വന്നിരിക്കുന്നതും ക്രോസ് സ്റ്റിച്ചാണ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്നു ഈ നൂല് കണ്ടോ, ഇതിടയ്ക്ക് കാണുന്ന ഈ നൂല് അത് കളറൊന്നും അല്ല കേട്ടോ. അത് എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്തൊന്നും കട്ട് ചെയ്യാതെ പോകുന്ന നൂലാണേ. ക്യാമറ ഓണാണോ? ഇത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക്. എല്ലാവരുടെയും ഫേവററ്റാണ്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ ചിലർക്ക് ട്രാൻസ്പെറൻ്റ് ആണോ എന്നുള്ളൊരു സംശയം തോന്നും. ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇങ്ങനെ പ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രാൻസ്പെറൻറ്റ് അതൊന്നും ഒരു കുഴപ്പമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബ്ലൗസ് അടിയിൽ നമ്മളിടുമ്പോൾ ലൈനിങ് വെച്ച ബ്ലൗസ് അല്ലേ ഇടുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആണ്. ഇതാണ് ബ്ലൗസ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ്. പ്ലെയിൻ വന്നിട്ട് സൈഡിൽ ചെറിയ നല്ല വൃത്തിയുള്ള ഒരു സെറി. ബോഡി ഫുള്ള് ഇങ്ങനെ മുന്താണിയാണ് ഈ കാണുന്നത്. ഇതുണ്ടോ, മുന്താണിയാണ് ഈ കാണുന്നത്. നല്ല വൃത്തിയുള്ള ഒരു വൈറ്റ് ടാസിലൊക്കെ പിടിപ്പിച്ച് എന്നാ രസമാണ്. നിങ്ങൾ നോക്ക്. എന്നാ നമ്മൾ പറയല്ലേ നഗ്നനെ. ഇതുണ്ട് ഫുള്ള് ഫുള്ള് ഈ ക്രോസ് സ്റ്റിച്ച് വർക്ക് ചെയ്യിക്കുക. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അറിയാവുന്നവർക്ക് അറിയത്തില്ല എങ്കിൽ നിങ്ങളിങ്ങനെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നിടത്ത് ഈ ക്രോസ് സ്റ്റിച്ച് ഒറ്റ ഒരു പൂവിൻ്റെ റേറ്റ് അത് ചെയ്യുന്നതിന് ഒന്ന് അന്വേഷിച്ച് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സാരിയുടെ വിലയൊന്നും ഒരു വിലയേ അല്ല. 1190 രൂപ അത്രയേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ്. നിങ്ങൾക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടണമെങ്കിൽ ഇടാം, അല്ലാതെ ഓഫീസിൽ എന്തെങ്കിലും ഇടണമെങ്കിൽ ഇടാം, ഡെയിലി വേണമെങ്കിലും ഇടാം, എങ്ങനെ വേണമെങ്കിലും ഇതിടാം. ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇടുമ്പോൾ അതിന് ചേരുന്ന നല്ല മാലയോ കമ്മലോ ഒക്കെ കൂടുതൽ അറ്റാച്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിപ്പം 4 ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് എടുത്ത് നിൽക്കുന്നത് പീച്ച്. അടുത്ത ഷെയ്ഡ് വേണ്ടേ ഇതുണ്ടോ, മസ്റ്റാർഡ് യെല്ലോ. എല്ലാം നല്ല കളറാണ്. നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കളർ കിട്ടിയില്ലെങ്കിൽ ആ കളർ തന്നെ വേണമെന്ന് വാശി പിടിച്ചുകൊണ്ടൊന്നും ഇരിക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ. ആ ഒരു കളറിൻ്റെ ഒരു സൈഡിൽ ഈ ഒരു ഇത്രയും ഫ്ലോറലിന് മാത്രം വന്നിരിക്കുന്ന ഒരു വ്യത്യാസമേ ഉള്ളൂ കളറിൽ. ബാക്കി എല്ലാം സെയിമാണ്. ഇതാ പിങ്ക്. ഇതിനെ നിങ്ങൾ ഇതിൻ്റെ വെള്ള ബ്ലൗസ് ഇടുമ്പം വേറൊരു ഗെറ്റപ്പ് കിട്ടും. ഇപ്പം ഹൈനക്കൊക്കെ വെച്ച് വെള്ള ബ്ലൗസോ അല്ലെ സ്ലീവ്ലെസ് ആയിട്ട് വെള്ള ബ്ലൗസോ അങ്ങനെയൊക്കെ ചെയ്യാം. പല രീതിക്ക് നമുക്ക് ഗെറ്റപ്പ് ചെയ്യാം. ബാക്ക് ഓപ്പൺ ഒക്കെ വെച്ചിട്ടൊക്കെ ചെയ്തൊക്കെ നോക്കണം. എന്നാ സ്റ്റൈലായിരിക്കും. എന്നിട്ടൊരു വെള്ള പേളുമാലയും കൂടി ഒക്കെ ഇട്ടിട്ട്. അതല്ല എങ്കിൽ നിങ്ങളൊരു പിങ്ക് ബ്ലൗസ് വേറെയും കൂടെ വാങ്ങിക്കാം. നിങ്ങൾക്കറിയാൻ മേലായിട്ടൊന്നും അല്ല, എനിക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടത്തുള്ളൂ. എന്നിട്ടുണ്ടല്ലോ അത് വേറെ സമയത്ത് ഇടണം. എന്നിട്ട് അതിന് പിങ്ക് കളറുള്ള മാലയൊക്കെ ഇടണം. അപ്പം രസമായിരിക്കും. നമുക്ക് ലൈഫ് ഒന്നല്ലേ ഉള്ളതേ. അപ്പം നമുക്ക് നല്ല സുന്ദരികളായിട്ട് നടക്കാം. നമ്മൾ തന്നെ സ്നേഹിക്കണം. നമ്മൾ തന്നെ നമ്മളെ സുന്ദരികളാക്കി നടക്കണം. ഈ ചിലരൊക്കെ പറയുന്നത് ഇത്രയും പ്രായമൊക്കെ ഇനി എന്നാ അങ്ങനെയൊന്നും വിചാരിക്കുന്നു. പ്രായം അതൊക്കെ അങ്ങനത്തെ ഒരു ചിന്താഗതിയൊക്കെ മനസ്സിൽ നിന്ന് കളാം. അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ ലാസ്റ്റ് ദൈവം വിളിക്കുന്നു. ഇപ്പോൾ പ്രായമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് തമ്പുരാൻ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുന്നത്. അതിലൊന്നും ഒരു കാര്യമില്ല. ആ സമയം വരെ നല്ല കയ്യും കാലുമൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഇതാക്കി ആക്കി സാഹചര്യം പോലെ അവനവന് പറ്റുന്ന പോലെ. ഇപ്പം പാർലറിൽ പോയി എല്ലാ മാസവും പോയി ചെയ്യാൻ പറ്റിയല്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന എന്തെല്ലാം പൊടിക്കൈകളുണ്ട്. മുടിയൊക്കെ കളറൊക്കെ ചെയ്ത്, കളർ മീൻസ്
ഡൈ ഒക്കെ ചെയ്ത് നല്ല സുന്ദരികളായിട്ട് നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ധരിക്കാൻ പറ്റുന്നത്രയും ധരിച്ച് പോകണം. കണ്ടോ? അടുത്തത് ഇത് സാരി. ഇത് എന്നാ രസമാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് വയറ്റിനോടുള്ള പ്രിയം കൊണ്ടാണ് ഞാനിങ്ങനെ ഇത്ര പെട്ടെന്നങ്ങ് പറയുന്നതെന്ന് ഓർക്കരുത്. നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ല. ഇത് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണേലും പർച്ചേസ് ചെയ്യുന്നത് എനിക്ക് 1000%, 100% അല്ല 1000% ഉറപ്പാണ്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണെന്ന് പറയണ്ടേ, അതുകൊണ്ട്. പിന്നെ ഇത് കേട്ടോ, ഇതിൻ്റെ ഇങ്ങനെ സ്കാലപ്പ് ചെയ്തിരിക്കുക. ഇതുണ്ടോ? സ്കാലപ്പല്ല, ലേസ് ചെയ്തിരിക്കുക. അതാണ് അതിൻ്റെ മുന്താണിയിലുള്ളൊരു പ്രത്യേകത. ഇത് കണ്ടോ? ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ പാർട്ട് വരുന്നത്. ഇങ്ങനെ 2 സൈഡിലും. നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ, ഇത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ, സാരി ആയിട്ടൊക്കെ ഒന്ന് ഉടുത്തിട്ട് നല്ല ചുരിദാറും ആക്കി മാറ്റാം കേട്ടോ. നല്ല ദാമൻ പോർഷനിലോ കയ്യിലൊക്കെ ഈ വർക്കൊക്കെ കൊടുക്കുന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. കൈയുടെ സൈഡിൽ 3/4 സ്ലീവ്, ഇത്ര എൽബോയുടെ മേളിൽ, 3/4 അല്ല, എൽബോയുടെ മേളിൽ നിൽക്കുന്ന സ്ലീവ് ചെയ്തിട്ട് കയ്യിൽ ഇതൊക്കെ വെച്ച് ദാമനിലും ചെയ്യാനുണ്ട്. കാരണം 5.5 മീറ്ററുള്ള സാരിയല്ലേ, അങ്ങനെ വേണമെങ്കിലും ആക്കാം. നല്ല നെറ്റ്കോട്ടയുടെ ചുരിദാർ എന്ന് പറഞ്ഞാൽ എന്നാ രസം. ഇതാണ് മുന്താണി, ഇത് ബോഡി. ഞാൻ ഇട്ടേക്കുന്ന ബ്ലൗസ് ഇത് വേറെ ഇതായതുകൊണ്ട് അതിനൊരു മാച്ചിങ് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അടിപൊളിയാണ് ഇനി എനിക്ക് പറയാനുള്ളൂ. പല കളറുണ്ട് കേട്ടോ. പിങ്ക്, ബ്ലൂ, ബേബി പിങ്ക്, ഒനിയൻ പിങ്ക്, പീച്ച്, അങ്ങനെ നല്ല. പിന്നെ ബോഡിയെ കൂടെ തന്നെ ഫുള്ള് നെറ്റ്കോട്ടയാണ് ഫാബ്രിക്. ബോഡിയെ കൂടെ എല്ലാം ഒരു സൈസ് വൈറ്റ് ബൂട്ടാസ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ? ബ്ലൗസിൽ ഇങ്ങനെ കയ്യെ പിടിപ്പിക്കാനുള്ള ഈ ഒരു സാധനമുണ്ട് ഫ്രണ്ടിൽ. ബ്ലൗസിൻ്റെ 2 സൈഡിലും 2 കയ്യിലും കണ്ടോ? 2 കയ്യിലും പിടിപ്പിക്കാനുള്ള ഇതുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സ്കാലപ്പും കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമ്മളിങ്ങനെ പടി പോലെ പിടിപ്പിക്കുമ്പോൾ അവിടെ വേണമെങ്കിൽ പിടിപ്പിക്കാം. സ്കാലപ്പ് മാത്രമല്ല കേട്ടോ, ഇതുണ്ടോ? ഇങ്ങനെ ഒരു ബൂട്ടാസ് പോലെയും വന്നിട്ടുണ്ട്, ഇങ്ങനെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പിടിപ്പിക്കാനായിട്ട്. ഇത് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കട്ട് ചെയ്തെടുത്തേച്ചാൽ മതി. ഇന്നത്തെ മജോറിറ്റി നെറ്റ്കോട്ടയാണ് കേട്ടോ. മജോറിറ്റി നെറ്റ്കോട്ടയാണ്. ഇതേ മുമ്പ് കണ്ടില്ലേ വൈറ്റ്, അതിൻ്റെ ബ്ലാക്ക്. വൈറ്റ് ഇഷ്ടമില്ലാത്ത, ബ്ലാക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടോ? ബ്ലാക്കോ വൈറ്റോ ഇഷ്ടമില്ലാത്ത തരുണി മണികൾ ഇല്ല. ഉണ്ടോ? അതും വെറും ബ്ലാക്ക്, നല്ല ജെറ്റ് ബ്ലാക്ക്. അതാണ് അതിൻ്റെ എടുപ്പ്. ഭയങ്കര രസമാണ്. മുന്താണി വന്നിട്ട് വേണ്ട ഇങ്ങനെ ചില സാരി കാണിക്കുമ്പോഴേ നമുക്ക് തന്നെ, എനിക്ക് സത്യമായിട്ട് ഞാൻ പറയാം, ഉള്ള കാര്യം ഞാൻ പറയാമേ. ചില വീഡിയോസ് എടുക്കുന്നു, ചില ദിവസങ്ങളിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടെന്നേ ഉള്ളൂ, ഇത് നല്ല സാരിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്ന് പറയും. പക്ഷെ എൻ്റെ പേഴ്സണൽ ചോയ്സിൽ അത് എന്നോടൊരു ഇഷ്ടം, ഞാനാണെങ്കിൽ എനിക്കത് കൊടുക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ ഇഷ്ടമല്ലല്ലോ മറ്റുള്ളവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം വിൽക്കണമല്ലോ. ചിലത് കാണിക്കുമ്പോൾ ഒരുമാതിരി കുട്ടികളുടെ മനസ്സ് പോലെ തുള്ളിച്ചാടുക, അത് ഭയങ്കര നമുക്കങ്ങ് ഇഷ്ടമാണെന്നുള്ള രീതി വരുമ്പോൾ എന്ന് പറഞ്ഞല്ല. ഇന്നത്തെ സാരി കാണിക്കുമ്പോൾ എനിക്ക് ഇത് കണ്ടോ, നല്ല ഒരു ജെറ്റ് ബ്ലാക്കിൽ നല്ലൊരു പൗഡർ ബ്ലൂ, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു മസ്റ്റാർഡ് യെല്ലോയുടെ ക്രോസ് സ്റ്റിച്ച്, ഫുള്ള് ക്രോസ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി. ബ്ലൗസ് വരുമ്പോൾ പ്ലെയിൻ, ഈ ഒരു ചെറിയായിട്ട് തലമുടി കാണിക്കുന്നെന്ന് തോന്നുന്നു. ഒന്ന് ഉടുക്കാനൊക്കെ ഒരു മോഹം തോന്നുന്നു. നല്ല ജെറ്റ് ബ്ലാക്ക് അല്ലേ. ഇനി ബ്ലാക്കിൻ്റെ തന്നെ ഒരു ഷെയ്ഡും കൂടി ഉണ്ട്. അതിൽ മസ്റ്റാർഡ് യെല്ലോയാണ് കൂടുതൽ നിൽക്കുന്നത്. ഇതാണെങ്കിൽ ലാവണ്ടർ. കണ്ടോ? വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ബാക്കി എല്ലാം സെയിം, ലാവണ്ടർ മാത്രം. ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്തോ. അത് കിട്ടിയില്ലെങ്കിൽ ഇത് വാങ്ങിച്ചോ, ഇത് കിട്ടിയില്ലെങ്കിൽ അത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ പോലെ. അടുത്തത് നെറ്റ്കോട്ടയാണ് ഫാബ്രിക്. വൈറ്റിൽ ഇങ്ങനെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് കണ്ടോ? ഇങ്ങനെ ഒരു നല്ലൊരു ലേസ് വർക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ദാമൻ പോർഷനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് സാരി. ഇതെല്ലാം ഇപ്പം ഞാൻ ഇന്ന് കാണിച്ചേക്കുന്ന എല്ലാ സാരീസും നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരോ, ഈ സാരി ഫോൾ വെക്കുകയേ ചെയ്യാത്ത ആൾക്കാരുണ്ട്, എനിക്കറിയാം.
അങ്ങനെ ചെയ്യരുത്. ഈ പ്രാവശ്യമെങ്കിലും സാരി ഫോളും കൂടെ കൂട്ടി, അയ്യോ അന്നേരം ഇപ്പോൾ പറയാം, എനിക്ക് വിദ്യ സാരി ഫോൾ അയച്ചു തരാൻ, സാരി ഫോളും കൂടെ കൂട്ടി ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാവുള്ളൂ, എന്നിട്ടേ ഇടാവുള്ളൂ. ഭയങ്കര വ്യത്യാസം. നെക്കോട്ടാണ് സാരി എപ്പോഴും സാരി ഫോൾ വെച്ചിട്ട് ഉടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഭംഗി കിട്ടത്തില്ല, ഉറപ്പായിട്ടും ഭംഗി കിട്ടത്തില്ല. ഇതാ ഇതിൻ്റെ ദാമൻ പോർഷനിൽ ഇങ്ങനെ വരും. മുന്താണിക്ക് പ്രത്യേകത വല്ലതും ഉണ്ടോ? മുന്താണി ഇങ്ങനത്തെ ഇപ്പോൾ വരുന്ന അങ്ങനത്തെ സാരികൾക്കെല്ലാം മുന്താണിക്ക് പ്രത്യേകതയൊന്നുമില്ല. ബ്ലൗസ് വന്നിട്ട് ഇതാണ് മുന്താണി, എന്തോ ഇങ്ങനെ ഇരിക്കും മുന്താണി. ബ്ലൗസ് വന്നിട്ട് വൈറ്റ് പ്ലെയിൻ. നിങ്ങൾക്ക് ഈ ഒരു പച്ചയില്ലേ, ഈ ഒരു പിസ്ത ഗ്രീൻ, ആ ഒരു ഷെയ്ഡിലുള്ള ബ്ലൗസ് വേറെ ഇടുവാണെങ്കിലും നല്ലതാണ്. നല്ല വൈറ്റ് ആണെന്നോർത്തൊന്നും എടുക്കാതെയൊന്നും അങ്ങനെ മനസ്സുകൊണ്ടൊന്നും ചിലർക്കുണ്ട് വൈറ്റ് നമ്മൾ ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബ്ലൗസിന് എത്ര ലൈഫുണ്ട്, ഒരു സാരിക്ക് എത്ര ലൈഫുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരു സാധനം ഇരിക്കുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ബ്ലൗസ് വൈറ്റ് ആണെന്നോർത്തോണ്ട് അതിനെ ഒരിക്കലും നിങ്ങൾ അനിഷ്ടം കൽപ്പിക്കരുത്, കാരണം നിങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ട് ഇതാ വേറൊരു സാരി, ലിനൻ്റെയാണ്, സെമി ലിനൻ്റെ മെറ്റീരിയലാണ് ഇത്. ഈ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതിൻ്റെ ഫ്ലോറിലേക്കൂടെ നിറച്ചും വർക്ക് ചെയ്തിരിക്കുക, എന്നിട്ട് സ്കാലപ്പും ചെയ്തിരിക്കുക. നിങ്ങളൊരു മുമ്പേ ഞാൻ എംബ്രോയ്ഡറിയുടെ കാര്യം പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു സ്കാലപ്പ് ചെയ്യാൻ ഒരു സാരി കൊണ്ട് ഇത് ചെയ്യുന്നിടത്തൊന്ന് കൊടുത്തു നോക്കേന്നുമല്ല പറഞ്ഞേ, അറിയത്തില്ലെങ്കിൽ ഒന്ന് നോക്കണം. റേറ്റ് നല്ല ആവും, ഞാൻ ശരിക്കും പറഞ്ഞാൽ. എന്നിട്ട് ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ ഫ്ലോറിലെ മുഴുവൻ ഇങ്ങനെ സൈഡിൽ കൂടെ ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിരിക്കുക, ഒരു ഗോൾഡൻ ത്രെഡ് വർക്ക് ചെയ്തിരിക്കുക. സൂപ്പറായിട്ടുള്ള ഒരു ലിനൻ്റെ സാരി. ഇതൊക്കെ ഉടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ലൊരു ഗെറ്റപ്പാണ്. ലിനൻ്റെ ഒരു സ്റ്റഫ് എന്ന് പറയുന്നത് ഇത് മുന്താണി കേട്ടോ. ഇങ്ങനെ സ്കാലപ്പ് ചെയ്തേക്കുക, മൊത്തം അങ്ങനെ ചെയ്തിരിക്കുക. ഈ ബ്ലൗസ് കാണിച്ചു തരാം. ഇതാണ് ബ്ലൗസ്. 1000 രൂപയുള്ളൂ അല്ലേ? 999 1000 താഴെ ഒരു റേറ്റിൽ ഈ ഇത്രയും നല്ലൊരു സാരി നിങ്ങൾ മിസ്സാക്കരുത്. ഉണ്ടോ? ഇത് ബ്ലൗസ് നിറച്ച ഒരു ഫ്ലോറിൽ. എനിക്ക് ഇങ്ങനത്തെ സാരികളോടൊക്കെ കേൾക്കാം. ഞാൻ കാണിക്കുന്ന കൂടുതൽ ഇങ്ങനത്തെ സാരികളൊക്കെ. ബനാറസിയൊക്കെ കാണിക്കുകയെന്നൊന്നുമല്ല, കാണിച്ചിട്ടില്ലെന്നുമല്ല, പക്ഷെ എനിക്ക് ഇങ്ങനത്തെ സാരികളോട് പ്രത്യേകത. ഇതൊക്കെ ഒരു വേറൊരു ലുക്കല്ലേ. ബോഡി ഫുള്ള്, ഈ ബോഡിയിൽ ഈ ഫ്ലോറിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെയെല്ലാം ഇങ്ങനെ ഔട്ട്ലൈനായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 4 സൈഡിലും ഇങ്ങനെ സ്കാലപ്പ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കളർ ചേഞ്ചസ് കാണിക്കുക. ഇതിപ്പോൾ ലാവണ്ടർ ഷെയ്ഡ്, ഇതിപ്പോൾ ഒരു ഗ്രേ ഷെയ്ഡ്. ഗ്രേയിലൊക്കെ ആ ഒരു കളർ വരുമ്പോൾ നിങ്ങൾ നോക്ക്, എന്തോ ഒരു എടുപ്പാണ് കണ്ടോ. പിങ്കും കൂടെ ഈ ഒരു കളറുള്ള ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ ഒത്തിരി രസമായിരിക്കും. ഇത് ബ്ലൗസ്. ഗ്രേ എന്ന് പറഞ്ഞ ഗ്രേ എന്ന് പറഞ്ഞ ആഷ് കളർ, ആഷും പിങ്കും മസ്റ്റേർഡ് യെല്ലോയും കൂടെ. ഇത് ഒരു ലൈറ്റ് യെല്ലോ ചന്ദന കളർ, സാൻഡൽ ഷെയ്ഡ് കണ്ടോ. എന്നെ രസമാണ് നോക്ക്. ഇത് പിടിക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ലതാ. ചൂടെടുത്ത് വിയർത്ത് കുളിച്ച് ആവശ്യമായിട്ടൊന്നും ഫങ്ഷനുകൾക്കൊന്നും പോകണ്ട, നല്ല സുഖമായിട്ട് പോവാം. നല്ല ഗ്രാൻഡ് സാരി എടുത്ത്. ബാക്കിയെല്ലാം സെയിം ആട്ടോ, കളറും മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബോഡിയുടെ കളർ മാത്രം. ഇനി അടുത്തത് ഇത് കാണിച്ചില്ലേ പിന്നെ ഞാൻ എന്തിനാ, അല്ലേ? വൈറ്റേ കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ. വൈറ്റ് ഇതൊന്ന് എടുത്ത് നിൽക്കുന്ന വൈറ്റ് അല്ല, ഓഫ് വൈറ്റ് അല്ല, വൈറ്റ് തന്നെയല്ലേ അല്ലേ? ഇത് ഒരു മുന്താണി, ചുറ്റും ഇങ്ങനെ സ്കാൽപ്പ് വർക്ക് ചെയ്തിരിക്കും. കനം കുറവൊന്നും വിചാരിക്കണ്ട കേട്ടോ. സ്പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോഴും അടിയിൽ ബ്ലൗസ് ഇട്ട് ചെയ്യുമ്പോഴും അതിന് മാത്രമുള്ള ഓവർ കുറവൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് ബ്ലൗസ് വരുമ്പോൾ. വേണ്ട ഇത് രസമാണ്. ഇത്രയുള്ളോ അല്ലേ? ഇത്രയുള്ളോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. എല്ലാം ഒത്തിരി എനിക്ക് പേഴ്സണലി
ഒത്തിരി സാറ്റിസ്ഫൈഡ് ഫീൽ ചെയ്യുക. കാരണം ഈ റേറ്റിന് ഇത്രയും ഭംഗിയുള്ള സാരികൾ നിങ്ങൾ ഉടുത്താൽ ആക്കുന്ന സാരികൾ ഉടുത്താൽ ഇസബല്ല ഇത് എവിടെ നിന്നാണ് ഈ സാരി വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇസബല്ലയുടെ പേര് പറയും. അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി പോയാണ് നമുക്ക് ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ കാണിക്കാൻ പറ്റി എന്നുള്ളതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളൊക്കെ എല്ലാവരും സുന്ദരികളായിട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത് വേറൊരു കിട്ടുകയെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ യുണീക്ക് പീസ് എന്ന് പറഞ്ഞാൽ യുണീക്ക് പീസൊക്കെ തന്നെയാണ് ശരിക്കും ഞാൻ പറയുക. കാരണം എപ്പോഴും എല്ലായിടത്തും കാണുന്നൊന്നുമല്ല. പക്ഷെ ഒരിടത്തും കണ്ടിട്ടില്ലെന്നൊന്നും എനിക്കൊരു അവകാശപ്പെടാൻ പറ്റത്തില്ല. കാരണം ഒരു മാനുഫാക്ചർ ഒരു സാരിയായിട്ട് ഒരിടത്തും എന്നാ പറയുക പ്രൊഡക്ഷൻ ചെയ്യുന്നില്ല. ആ കാര്യം സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.